അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ട്. ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ എൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 11:30 ഞാൻ എണീറ്റപ്പം ഫുഡൊന്നും കഴിക്കാനുള്ള സമയമില്ല, ഫുഡൊന്നും കഴിക്കാനില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. കമ്മോൺ. സിൻസ് ഇതൊരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരാണ് ഈ ഒരു റൂമിൽ ഷെയർ ചെയ്ത് താമസിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വൃത്തികളൊക്കെ ഇവിടെ കാണും, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ കട്ടിൽ വിരിച്ചിടാം. നമുക്ക് വിരിച്ചിട്ടിട്ട് വരാം. എൻ്റെ ഒരു റൂംമേറ്റ് ആണ്. വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലെങ്കിൽ കൂടിയും വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ച് ലിപ്സ്റ്റിക് ഇടുവാണ് ഗൈസ്. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. നമ്മള് ഒരുങ്ങിയിട്ടല്ല, ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും പോകുന്നില്ല, ഫുഡ് കഴിക്കാൻ പോവാണ്. അതിനാണ് നമ്മൾ ഞാൻ പഴവും വെണ്ണയും ത്രിമധുരവും കഴിച്ചു. ആദ്യം നമുക്ക് കാണിക്കാം, എന്നിട്ട് നമുക്ക് ഓക്കെ. ബൈ ബൈ ബൈ. നമുക്ക് നമ്മുടെ ചേച്ചി വന്നപ്പോ റംബൂട്ടാൻ കൊണ്ടുവന്ന് നല്ല വലുതാണ്, പക്ഷെ നല്ല മധുരമുണ്ട്. മുമ്പ് ഞാൻ ഇങ്ങനെ അത് വാങ്ങിയിട്ടില്ല, പക്ഷെ അതിങ്ങനെ ഇളക്കാൻ ഇച്ചിരി എളുപ്പത്തിച്ച് കത്തിയും വടകളൊക്കെ വേണം. ഇതൊക്കെ നോക്കിയാണ് കഴിക്കുന്നത്. ചിയാ സീഡ് നമുക്കൊരു സ്പൂൺ ഇടാം. കൂടി കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട് ചെവ വരും. ഇല്ല, ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കണ്ടോ, കുക്കിംഗ് വീഡിയോ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. കൈപ്പുണ്യമുള്ള I know what to do. അടുത്ത ദിവസം വൈകിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എനിക്ക് ഹെയർ കട്ട് ചെയ്യാനാണ് മെയിൻലി ഇറങ്ങിയത്, ഷോർട്ട് ആക്കാൻ. അപ്പം നിങ്ങൾ വിചാരിക്കുക ആ ക്യാമറാമാനും ക്യാമറ എവിടെ നിന്ന് വന്നു? അത് അവരുടെ ഷോപ്പിലെ സംഭവമാണ്, ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ എടുക്കുന്നതാണ്. എല്ലാവരും മിക്കവരും എടുക്കാറുണ്ട്. നമ്മളടുത്ത് പെർമിഷൻ ചോദിക്കും, നമ്മൾ ഗ്രാൻഡ് ചെയ്തു, അങ്ങനെ എടുത്ത വീഡിയോ ആണത്. എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് റിറ്റി ജോഫിയാണ്. ഷീ ഈസ് എ ഗുഡ് ക്യാമറമാൻ. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ തോന്നുന്നില്ല, കാരണം എൻ്റെ ഫുൾ ഹെയർ കട്ടിൻ്റെ വീഡിയോ പ്രോസസ്സൊക്കെ അവൾ എടുത്തു. അതായത് ഞാൻ ചോദിക്കാതെ തന്നെ വന്ന് എടുത്തു. ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു, ദൈവമേ എന്താവുമെന്ന് ഓർത്തിട്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സംതിങ് ഈസ് ഗോയിങ് റിയലി വെൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണാം. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഷോർട്ട് ഹെയർ ചെയ്യണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യാൻ പോയപ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ എനിക്ക് ചേരുമോ, ലോങ് ഹെയർ തന്നെ മതി തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ എടുത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, അത് വേണോ, ഇത് വേണോ, നോക്കട്ടെ.